നിത്തൂസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് മനഃശാസ്ത്ര പഠന രീതികൾ. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഷോർട്ടാക്കിയിട്ട് ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇന്നത്തെ ടോപ്പിക്ക് മനഃശാസ്ത്ര പഠന രീതികൾ. 15 മനഃശാസ്ത്ര പഠന രീതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 3 എണ്ണമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കേസ് സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്രിയാ ഗവേഷണം അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയാനുള്ളത് സാമൂഹിക ബന്ധ പരിശോധനകൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 എണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ ഈ 3 എണ്ണം മാത്രമല്ല നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. 15ഓളം മനഃശാസ്ത്ര പഠന രീതികൾ ഉണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആത്മപരിശോധനാ രീതി അല്ലെങ്കിൽ ആത്മനിഷ്ഠാ രീതി. ആത്മനിഷ്ഠാ രീതി എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആത്മപരിശോധന രീതി അല്ലെങ്കിൽ ആത്മനിഷ്ഠാ രീതി എന്നും പറയും. ഇംഗ്ലീഷിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയും കേട്ടോ. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അടുത്തത് നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ മെത്തേഡ്. നെക്സ്റ്റ് പരീക്ഷണ രീതി, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. പിന്നെ അഭിമുഖം, ഇൻ്റർവ്യൂ. സർവേ രീതി, സർവേ മെത്തേഡ്. ഇപ്പം 5 എണ്ണം പറഞ്ഞു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ എന്തായിരുന്നു? ആത്മപരിശോധന രീതി അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ആത്മനിഷ്ഠാ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. രണ്ടാമത്തെ നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ മെത്തേഡ്. മൂന്നാമത്തെ നിരീക്ഷണം കഴിയുമ്പോൾ എന്തായിരിക്കും? പരീക്ഷണ രീതി. അങ്ങനെ ആലോചിച്ച് വെക്കുക. പരീക്ഷണ രീതി, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. 4ാമത്തെ അഭിമുഖം. 5ാമത്തെ സർവേ രീതി. ഇനി അടുത്ത 5 എണ്ണം പറയാം. ക്ലിനിക്കൽ രീതി, ക്ലിനിക്കൽ മെത്തേഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സാമൂഹിക ബന്ധ പരിശോധനകൾ, സോഷ്യോമെട്രിക് ടെക്നിക്സ്. അടുത്തത് പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. സഞ്ചിതരേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക കേട്ടോ. പിന്നത്തെ ഉപാഖ്യാന രേഖ, അനിക്ഡോട്ടൽ റെക്കോർഡ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 5 എണ്ണം ഒന്നുകൂടി ആവർത്തിക്കാം. ക്ലിനിക്കൽ രീതി, ക്ലിനിക്കൽ മെത്തേഡ്. സാമൂഹിക ബന്ധ പരിശോധനകൾ, സോഷ്യോമെട്രിക് ടെക്നിക്സ്. പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് മെത്തേഡ്. സഞ്ചിതരേഖയുണ്ട്, പിന്നെ ഉപാഖ്യാനരേഖയുണ്ട്. സഞ്ചിതരേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഉപാഖ്യാനരേഖ അനിക്ഡോട്ടൽ റെക്കോർഡ്. ഇപ്പോൾ 10 എണ്ണം നമ്മൾ പറഞ്ഞു. ഇനി ഒരു 5 എണ്ണം കൂടി പഠിച്ചു വെക്കാനുണ്ട്. ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ. അത് ചെക്ക് ലിസ്റ്റ് തന്നെയാണ് ഇംഗ്ലീഷിൽ കേട്ടോ. ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ അത് ഇംഗ്ലീഷിൽ തന്നെയാണ്. പിന്നെ ചോദ്യാവലി, ക്വസ്റ്റ്യനെയർ എന്ന് പറയും അല്ലേ. കേസ് സ്റ്റഡി, കേസ് സ്റ്റഡി തന്നെ. ക്രിയാ ഗവേഷണം, ഇംഗ്ലീഷിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയും. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 5 എണ്ണം ഒന്നുകൂടി ആവർത്തിക്കാം. ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ചോദ്യാവലി, ക്വസ്റ്റ്യനെയർ. കേസ് സ്റ്റഡി, ക്രിയാ ഗവേഷണം, ഇംഗ്ലീഷിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയും ക്രിയാ ഗവേഷണത്തിന് കേട്ടോ. അപ്പോൾ 15ഓളം മനഃശാസ്ത്ര പഠന രീതികളുടെ പേരുകളാണ് ഇപ്പോൾ വായിച്ചത്. ഈ പേരുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ആത്മപരിശോധന രീതി അഥവാ ആത്മനിഷ്ഠാ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് കേട്ടോ. രണ്ടാമത്തെ നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ മെത്തേഡ്. നിരീക്ഷണം കഴിഞ്ഞാൽ പരീക്ഷണ രീതി, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. പരീക്ഷണം കഴിഞ്ഞു, ഇനിയാണെന്ത്? അഭിമുഖം, ഇൻ്റർവ്യൂ. അടുത്തത് സർവേ രീതി, സർവേ മെത്തേഡ് എന്ന് പറയും. ക്ലിനിക്കൽ രീതി, ക്ലിനിക്കൽ മെത്തേഡ്. പിന്നത്തെ സാമൂഹിക ബന്ധ പരിശോധനകൾ, സോഷ്യോമെട്രിക് ടെക്നിക്സ്. നെക്സ്റ്റ് പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. പിന്നെ അടുത്ത 2 രേഖകളാണ്, സഞ്ചിതരേഖയും ഉപാഖ്യാനരേഖ. സഞ്ചിതരേഖ ഇംഗ്ലീഷിൽ നമ്മൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയും. ഉപാഖ്യാനരേഖ ഇംഗ്ലീഷിൽ അനിക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയും. അടുത്തത് ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ,
ചോദ്യാവലിയുടെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യനെയർ ഓർത്ത് വെച്ചോളൂ. കേസ് സ്റ്റഡി. പിന്നത്തെ ലാസ്റ്റ് വൺ ക്രിയാ ഗവേഷണം, ഇംഗ്ലീഷിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയും. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ മനഃശാസ്ത്ര പഠന രീതി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏതാണത്? ആത്മനിഷ്ഠ രീതി അല്ലെങ്കിൽ ആത്മപരിശോധന രീതി എന്നും പറയും. വില്യം വൂണ്ട് അതുപോലെ എഡ്വേർഡ് റിച്ച്നർ എന്നിവരാണ് ഈ ഒരു രീതിയുടെ വക്താക്കൾ. ആത്മപരിശോധന രീതി അല്ലെങ്കിൽ ആത്മനിഷ്ഠ രീതിയുടെ വക്താക്കൾ 2 പേരുണ്ട്, പഠിച്ചു വെക്കാൻ. വില്യം വൂണ്ടും എഡ്വേർഡ് റിച്ച്നർ. ഇനി ഇതിൽ വരുന്ന പോയിന്റ്സുകൾ എന്തൊക്കെയാ നോക്കാം. ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാന്ന് ചോദിച്ചാൽ അത് ആത്മപരിശോധന രീതി. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനഃശാസ്ത്ര പഠന രീതികളാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? ആത്മപരിശോധന രീതി അല്ലെങ്കിൽ ആത്മനിഷ്ഠ രീതി. ഈ പേരിൽ തന്നെ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എങ്കിൽ പോലും ഇതെന്താന്ന് പറയാം. സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കാണലാണ് ആത്മപരിശോധന രീതി അല്ലേ? സ്വന്തം മനസ്സിനെ തന്നെ ഒന്ന് പരിശോധിക്കുക അല്ലേ? സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കാണലാണ് ആത്മപരിശോധന രീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്തകള്, വികാരങ്ങള്, ഉത്കണ്ഠകള്, പ്രതീക്ഷകള്, ആഗ്രഹങ്ങൾ എന്നിവയൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു പഠന രീതി, അത്രയേ ഉള്ളൂ അത്. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കാം. എന്താണ് ആത്മപരിശോധന രീതി അഥവാ ആത്മനിഷ്ഠ രീതി? ഏറ്റവും പഴക്കം ചെന്നതെന്ന് ഓർത്തു വെച്ചോളൂ ആ പോയിന്റ്. എന്താണ് ഇതിന്റെ മീനിങ്? സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കാണലാണ് ആത്മപരിശോധന രീതി, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് അല്ലെ? നമ്മുടെ ഉള്ളിലുള്ളത് ചിന്തകള്, വികാരങ്ങള്, ഉത്കണ്ഠകള്, പ്രതീക്ഷകള് അല്ലെ? ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അല്ലെ? പിന്നെ ആഗ്രഹങ്ങള്, ഇതൊക്കെ എന്താണ് വിശകലനം ചെയ്യുന്ന ഒരു പഠന രീതിയാണ് എന്ത്? ആത്മപരിശോധന രീതി. അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞു. ഇതിന്റെ വക്താക്കൾ ആരായിരുന്നു ഓർക്കുന്നുണ്ടോ? വില്യം വൂണ്ടും എഡ്വേർഡ് റിച്ച്നർ. പേര് മറക്കരുത്. ആത്മനിഷ്ഠ രീതിയുടെ വക്താക്കൾ വില്യം വൂണ്ടും എഡ്വേർഡ് റിച്ച്നർ. ആത്മനിഷ്ഠ രീതി, ആത്മപരിശോധന രീതി അല്ലേ? ഇനി അടുത്ത രീതി നിരീക്ഷണ രീതി. അത് പഠിക്കാനൊന്നുമില്ല, പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അല്ലേ? എന്താണ് സംഭവം? ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് തന്നെ നിരീക്ഷിക്കുന്ന രീതിയാണ് നിരീക്ഷണ രീതി. നിരീക്ഷിക്കുന്ന രീതി തന്നെയാണ് നിരീക്ഷണ രീതി അല്ലേ? ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതി. നിരീക്ഷണ രീതി എന്ന് പറഞ്ഞപ്പോൾ 2 തരം നിരീക്ഷണ രീതി ഉണ്ട്. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്ന് പരോക്ഷ നിരീക്ഷണം, രണ്ടാമത്തെ ഭാഗഭാഗിത്വ നിരീക്ഷണം. പരോക്ഷ നിരീക്ഷണം എന്താന്ന് പറയാം. അതായത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുക അല്ലെ? ഒരാളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അവരറിയാതെ തന്നെ നമ്മൾ നിരീക്ഷിക്കുക. അപ്പൊ അതാണ് എന്ത്? പരോക്ഷ നിരീക്ഷണം. ഇനിയിപ്പോ നമ്മളും കൂടി ആ നിരീക്ഷണത്തിൽ ഉൾപ്പെട്ടാലോ? അതായത് നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്നത് അറിയപ്പെടുന്നത് എന്താണ്? ഭാഗഭാഗിത്വ നിരീക്ഷണം. അപ്പൊ രണ്ടാമത്തെ മനഃശാസ്ത്ര പഠന രീതിയാണ് നിരീക്ഷണ രീതി. നിരീക്ഷണ രീതി എന്താണ്? ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതി. 2 തരം ഉണ്ടല്ലോ, അതേതൊക്കെയാണ്? പരോക്ഷ നിരീക്ഷണം, പിന്നെന്താ? ഭാഗഭാഗിത്വ നിരീക്ഷണം. പരോക്ഷ നിരീക്ഷണം ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്നതാണ് എന്ത്? പരോക്ഷ നിരീക്ഷണം. ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയും കേട്ടോ ഇംഗ്ലീഷിൽ. അടുത്തത് ഭാഗഭാഗിത്വ നിരീക്ഷണം, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലേ? എന്താണത്? നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്നത് അറിയപ്പെടുന്നതാണ് എന്ത്?
ഭാഗഭാഗിത്വ നിരീക്ഷണം. ഇത്രയാണ് എന്ത് നിരീക്ഷണ രീതിയിൽ മനസ്സിലാക്കി വെക്കാനുള്ളത്. അടുത്ത മനഃശാസ്ത്ര പഠന രീതിയാണ് പരീക്ഷണ രീതി. പരീക്ഷണ രീതി അതെന്താന്ന് ആ പേരിൽ തന്നെയുണ്ട് അല്ലേ. അതുപോലെ മനഃശാസ്ത്ര പഠനത്തിൽ വച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ പഠന രീതി ഏതാന്ന് ചോദിച്ചാൽ അത് പരീക്ഷണ രീതിയാണ്. മനഃശാസ്ത്ര പഠനത്തിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ പഠന രീതിയാണ് ഏത്? പരീക്ഷണ രീതി. അപ്പോൾ അതത്രയും മനസ്സിലാക്കുക. അടുത്ത മനഃശാസ്ത്ര പഠന രീതിയാണ് അഭിമുഖം. അതും നമുക്കറിയാം, അതിനധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അഭിമുഖം എന്താണെന്ന് അറിഞ്ഞൂടെ? എന്താ? ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ, അഭിമുഖത്തിന് ഒരാൾ ശരിയാവില്ല അല്ലേ, രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണം, അതാണ് അഭിമുഖം. അത് നമുക്ക് അഭിമുഖം എന്താണെന്ന് പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഇതിൽ അറിയണ കാര്യങ്ങളാണ് അല്ലേ. അടുത്ത മനഃശാസ്ത്ര പഠന രീതിയാണ് സർവേ രീതി. സർവേ രീതി അതായത് ഇത് എപ്പോഴും ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തിടത്ത് സർവേ രീതി ഉപയോഗിക്കാൻ കഴിയുന്നു. പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തിടത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന മനഃശാസ്ത്ര രീതി ഏതാന്ന് ചോദിച്ചാൽ അതാണേത്? സർവേ രീതി. സ്വാഭാവിക സാഹചര്യങ്ങളിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണമാണ് സർവേ. അത് നമുക്കറിയണ കാര്യമാണ് അല്ലേ. വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണം അതാണ് എന്ത്? സർവേ. ഇതിലെ ഘട്ടങ്ങളൊന്നും ഓർത്ത് വെക്കാനുണ്ട്. സർവേ രീതിയിലെ ഘട്ടങ്ങൾ 5 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ആസൂത്രണം, രണ്ടാമത്തെ സാമ്പിൾ തിരഞ്ഞെടുക്കൽ, മൂന്നാമത്തെ വിവരശേഖരണം, നാലാമത്തെ വിവരവിശകലനം, അഞ്ചാമത്തെ നിഗമനങ്ങളിൽ എത്തൽ. ലാസ്റ്റത്തെ എപ്പോഴും നിഗമനമായിരിക്കും അല്ലേ. ആദ്യത്തെ എപ്പോഴും ആസൂത്രണമായിരിക്കും. അതൊരിക്കലും മറക്കില്ല അല്ലേ. സർവേ രീതിയിലെ ഘട്ടങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ആസൂത്രണം, രണ്ടാമത്തെ ആസൂത്രണം കഴിഞ്ഞാൽ പിന്നെന്താ? സാമ്പിൾ തിരഞ്ഞെടുക്കൽ. എന്നിട്ട് എന്ത് ചെയ്യും? വിവര ശേഖരണം. അതിനുശേഷം എന്തായിരിക്കും? വിവര വിശകലനം. ലാസ്റ്റ് എന്തായിരിക്കും? നിഗമനം അല്ലേ. നിഗമനങ്ങളിൽ എത്തിച്ചേരൽ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. സർവേ രീതിയിലെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ആസൂത്രണം, അടുത്തത് സാമ്പിൾ തിരഞ്ഞെടുക്കൽ, എന്നിട്ടെന്താ? വിവര ശേഖരണം. അത് കഴിഞ്ഞാൽ വിശകലനം ചെയ്യൽ അല്ലേ, വിവര വിശകലനം. ലാസ്റ്റ് നിഗമനങ്ങളിൽ എത്തിച്ചേരൽ. ഇപ്പം എത്രയാണ് എന്ത് സർവേ രീതിയിൽ പറയാനുള്ളത്. അടുത്ത മനഃശാസ്ത്ര പഠന രീതിയാണ് ക്ലിനിക്കൽ രീതി. ഇതിൽ ലൈറ്റ്നർ വിറ്റ്മർ എന്ന പേര് ഓർത്ത് വെക്കണം. ക്ലിനിക്കൽ രീതിയിൽ ലൈറ്റ്നർ വിറ്റ്മർ എന്ന പേര് ഓർത്ത് വെക്കുക. അപ്പോൾ ലൈറ്റ്നർ വിറ്റ്മർ ആണ് ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പോൾ ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ലൈറ്റ്നർ വിറ്റ്മർ. ക്ലിനിക്കൽ രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ക്ലിനിക്കൽ ലാബ് എന്നൊക്കെ ഓർത്ത് വെക്കുക. ലാബിൽ ലൈറ്റ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല അല്ലേ. അപ്പോൾ ഒരു പരിശോധന അവിടെ സാധ്യമല്ല. അപ്പോൾ ലൈറ്റ്നർ എന്നൊക്കെ ഓർത്ത് വെക്കുക. ക്ലിനിക്കൽ രീതി ലൈറ്റ്നർ വിറ്റ്മർ ആണ് ആദ്യമായി അവതരിപ്പിച്ചത്. എന്ത്? ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും അവതരിപ്പിച്ചത് ആരാണ്? ലൈറ്റ്നർ വിറ്റ്മർ. നേരത്തെ ഒരു വില്യം വൂണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ എഡ്വേർഡ് റിച്ച്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വക്താക്കളായിരുന്നു. ഏത് രീതിയുടെ ആയിരുന്നു? ഏറ്റവും അധികം പറഞ്ഞ രീതി അല്ലേ. അതെന്താ? ആത്മനിഷ്ഠ രീതിയുടെ വക്താക്കളാണ് വില്യം വൂണ്ട് അതുപോലെ എഡ്വേർഡ് റിച്ച്നർ എന്ന് പറയണത്. ഇനി ക്ലിനിക്കൽ രീതിയിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെന്താന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മനോരോഗബാധിതരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമാണ് ഇതധികവും ഉപയോഗിക്കുന്നത്. വ്യക്തിയുടെ അസ്വാഭാവിക പ്രശ്നങ്ങൾ പഠിക്കുകയും
കണ്ടെത്തുകയും വൈദ്യശാസ്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കുകയും ചെയ്യുന്ന രീതി. അതാണ് എന്ത്? ക്ലിനിക്കൽ രീതി. എന്താണ്? മനോരോഗബാധിതരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ആണ് ഇത് അധികം ഉപയോഗിക്കുക. പിന്നെന്താ? വ്യക്തിയുടെ അസ്വാഭാവികം അല്ലേ, സ്വാഭാവികമല്ലാത്ത പ്രശ്നങ്ങൾ പഠിക്കുകയും കണ്ടെത്തുകയും പിന്നെന്താ? വൈദ്യശാസ്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കുകയും ചെയ്യുന്ന രീതിയാണെന്ത്? ക്ലിനിക്കൽ രീതി. അടുത്ത മനഃശാസ്ത്ര പഠന രീതിയാണെന്ത്? സാമൂഹിക ബന്ധ പരിശോധനകൾ. അത് ഈ സാമൂഹിക ബന്ധ പരിശോധന രീതി വികസിപ്പിച്ചെടുത്ത ആളുടെ പേര് ഓർത്തു വെക്കണം, JL മൊറീനോ. സാമൂഹിക ബന്ധ പരിശോധന രീതി വികസിപ്പിച്ചെടുത്തത് ആരാണ്? JL മൊറീനോ. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ സാമൂഹിക ബന്ധ പരിശോധനകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് എന്താണെന്ന് പറയാം, എന്നിട്ട് അതിന് ശേഷം ക്വസ്റ്റ്യൻ വായിക്കാം. നോക്കൂ, ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ തോത് നിർണ്ണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമാണ് എന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ഏത്? സാമൂഹിക ബന്ധ പരിശോധന രീതി. ആരാണ് വികസിപ്പിച്ചെടുത്തത്? JL മൊറീനോ. സാമൂഹിക ബന്ധ പരിശോധന രീതി ഒന്നുകൂടി വായിക്കാം. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിന്റെ തോത് നിർണ്ണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമാണ് എന്ന് പരിശോധിക്കാനുമുള്ള ഒരു മാർഗമാണ് സാമൂഹിക ബന്ധ പരിശോധന രീതി. അപ്പോൾ ഈ സാമൂഹ്യ രീതി ഉണ്ടല്ലോ, അതിനൊരു ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കാൻ പറ്റും. ആ രീതിയാണ് സാമൂഹ്യ മിതി, സോഷ്യോഗ്രാം എന്നൊക്കെ പറയും. സാമൂഹ്യ രീതി ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ പേരെന്തായി? സാമൂഹ്യ മിതി, സോഷ്യോഗ്രാം, സാമൂഹ്യ മിതി. ഇനി ഇതിൽ പഠിക്കാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ ഇതിൽ പഠിക്കാനുണ്ട്. താരങ്ങൾ, അതുപോലെ ദ്വന്ദ്ങ്ങൾ, ക്ലിക്കുകൾ, ഗ്യാങ്ങുകൾ, ഏകാഗികൾ, ഇതൊക്കെ ഈ സാമൂഹ്യ ബന്ധ പരിശോധനകളിലാണ് ഉൾപ്പെടുന്നത്. എന്താണ് താരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അവരാരൊക്കെയാ നോക്കാം അല്ലേ. താരങ്ങൾ, സ്റ്റാർസ്, എല്ലാവരാലും സ്വീകാര്യമായ വ്യക്തികളെ അറിയപ്പെടുന്നതാണെന്ത്? താരങ്ങൾ. എല്ലാവരാലും സ്വീകാര്യമായ വ്യക്തികളെ അറിയപ്പെടുന്നത് താരങ്ങൾ. അടുത്തത് ദ്വന്ദ്ങ്ങൾ. പരസ്പരം നിർദ്ദേശിക്കപ്പെടുന്ന ബന്ധങ്ങളെ എന്ത് പറയുന്നു? ദ്വന്ദ്ങ്ങൾ, ട്വിൻസ് എന്നറിയപ്പെടുന്നു. പരസ്പരം നിർദ്ദേശിക്കപ്പെടുന്ന ബന്ധങ്ങളാണെന്ത്? ദ്വന്ദ്ങ്ങൾ, ട്വിൻസ്. താരങ്ങൾ എന്താ പറഞ്ഞേ? എല്ലാവരാലും സ്വീകാര്യമായ വ്യക്തികളെ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് 3 പേരുണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ A ബീനെ നിർദ്ദേശിക്കുന്നു. ബി ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ലീഡറിനെ സെലക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ 3 പേരുണ്ട് വിചാരിക്കുക. അപ്പോൾ A എന്നുള്ള കുട്ടി ബീനെ സെലക്ട് ചെയ്യണു. ബി എന്നുള്ള കുട്ടി എന്താ ചെയ്യണേ? സീനെയാണ് സെലക്ട് ചെയ്യണേ. സി വീണ്ടും എനെ സെലക്ട് ചെയ്യണു. നേരെ തിരിച്ചു വരുന്നു. ആദ്യം പറഞ്ഞ കുട്ടിയുടെ പേരിലോട്ട് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പം എന്താണ്? ഇത്തരം ബന്ധം അറിയപ്പെടുന്നത് ക്ലിക്കുകൾ എന്നാണ്. ക്ലിക്സ്. എ ബീനെ നിർദ്ദേശിക്കുക, ബി സീനെ നിർദ്ദേശിക്കുക, സി തിരിച്ച് വീണ്ടും എയിലേക്ക് എത്തുക അല്ലെ, എനെ നിർദ്ദേശിക്കുന്നു. ഇത്തരത്തിലുള്ള ബന്ധം അറിയപ്പെടുന്നത് ക്ലിക്കുകൾ, ക്ലിക്സ്. ഇനി നെക്സ്റ്റ് അടുത്ത ബന്ധം, വളരെ കൂടുതൽ അംഗങ്ങൾ ഒരു ചങ്ങല പോലെ നിർദ്ദേശിക്കപ്പെടുന്ന ബന്ധങ്ങളാണ് ഗ്യാങ്ങുകൾ, ഗാങ്സ്. വളരെ കൂടുതൽ അംഗങ്ങൾ ഒരു ചങ്ങല പോലെ നിർദ്ദേശിക്കപ്പെടുന്ന ബന്ധങ്ങളാണ് ഏത്? ഗ്യാങ്ങുകൾ, ഗാങ്സ്. ലാസ്റ്റ് വൺ ഇതിൽ പറയണത്, ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമൂഹിക ബന്ധ പരിശോധനകളിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. അതിലെ ബന്ധങ്ങളെ പറ്റിയാണ് പറയണത് കേട്ടോ. ലാസ്റ്റ് വൺ, ആരെയും നിർദ്ദേശിക്കാതെയും ആരാലും നിർദ്ദേശിക്കപ്പെടാതെയും ഇരിക്കുന്നവരുണ്ടാവും അല്ലേ ക്ലാസ്സിൽ. അവരെയാണ് എന്ത്? ഏകാഗികൾ എന്ന് പറയുന്നത്, ഐസോലേറ്റ്സ്.
അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. സ്റ്റാർസ് താരങ്ങൾ ആരായിരുന്നു? എല്ലാവരാലും സ്വീകാര്യമായ വ്യക്തികളെ അറിയപ്പെടുന്നത്. അതാണ് എന്ത്? താരങ്ങൾ. ഇപ്പോൾ ലീഡറിനെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ എല്ലാവരും ഒരു കുട്ടിയുടെ പേര് പറയുമ്പോൾ ആ കുട്ടി സ്റ്റാർസിൽ പെട്ടു അല്ലേ? താരങ്ങൾ എന്ന് പറയുമ്പോൾ അവരാണ്, ഒരു കുട്ടിയോ അല്ലെങ്കിൽ 2 പേരോ, എല്ലാവരാലും സ്വീകാര്യമായ വ്യക്തികൾ അറിയപ്പെടുന്നത് കേട്ടോ, താരങ്ങൾ. പിന്നെ പരസ്പരം അല്ലെ, എ ബിനെ ബി തിരിച്ച് എനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ എന്താ? അത് ദ്വന്ദ്ങ്ങൾ. ഇനി 3 പേര് വരുമ്പോൾ എ ബി സി എന്ന് ഓർത്ത് വെക്കുക. എ ബിനെ നിർദ്ദേശിക്കുന്നു, ബി സിനെ നിർദ്ദേശിക്കുന്നു, സി വീണ്ടും എയിലേക്ക് എത്തുന്നു. അതാണ് എന്ത്? ക്ലിക്കുകൾ. ആ ഒരു ബന്ധം, ക്ലിക്കുകൾ. പിന്നെ വളരെ കൂടുതൽ അംഗങ്ങൾ ഒരു ചങ്ങല പോലെ നിർദ്ദേശിക്കപ്പെടുന്നു അല്ലേ? ആ ബന്ധങ്ങളാണ് എന്ത്? ഗ്യാങ്ങുകൾ. ലാസ്റ്റ് വൺ ഏതായിരുന്നു? ആരെയും നിർദ്ദേശിക്കാതെയും ആരാലും നിർദ്ദേശിക്കപ്പെടാതെയും ഇരിക്കുന്നവരാണെന്ത്? ഏകാകികൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത മനഃശാസ്ത്ര പഠന രീതിയിലോട്ട് പോവാം. അതാണെന്ത്? പ്രക്ഷേപണ രീതി. പ്രക്ഷേപണ രീതി. അതിനേക്കാൾ മുന്നേ ഞാൻ ആ ക്വസ്റ്റ്യൻ വരുന്ന ഒരു മെത്തേഡ് പറയാം. സാമൂഹിക ബന്ധ പരിശോധനകളല്ലേ നേരത്തെ പറഞ്ഞത്? അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക. UPയിലെ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ സാമൂഹിക ബന്ധ പരിശോധനകളുമായി ബന്ധപ്പെട്ട്. ക്വസ്റ്റ്യൻ കേട്ടോളൂ. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ എന്ന കുട്ടി ലീനയെയും കൂട്ടുകാരിയായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് ഡാഷ്. എന്താ സംഭവം? ക്ലിക്കുകൾ, ഗ്യാങ്ങുകൾ, ദ്വന്ദ്ങ്ങൾ, താരങ്ങൾ. ഇങ്ങനെയായിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. എന്തായിരിക്കും ആൻസർ? ഇവിടെ 3 പേരെ പറയുന്നുണ്ട് അല്ലേ? A B B C C to A അല്ലേ? അപ്പോൾ ഏതാണ് അതിന് ആൻസർ വരിക? ക്ലിക്കുകൾ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തലോട്ട് പോവാം. അടുത്ത മനഃശാസ്ത്ര പഠന രീതിയാണ് പ്രക്ഷേപണ രീതി. അതായത് അസ്വാഭാവികമായ പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനുമാണ് പ്രക്ഷേപണ രീതി ഉപയോഗിക്കുന്നത്. അതായത് അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവില്ല ചിലർക്ക് അല്ലേ? അങ്ങനെ സവിശേഷമായ സ്വഭാവമൊക്കെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും. അപ്പം എന്താണ്? ആ സവിശേഷ സ്വഭാവത്തെയും പിന്നെ അവരുടെ ഈ അബോധ മനസ്സിലുള്ള ചില വികാരങ്ങളൊക്കെ മനസ്സിലാക്കാനും അപഗ്രഥിക്കാനും ഒക്കെയാണ് എന്ത്? പ്രക്ഷേപണ രീതി ഉപയോഗിക്കുന്നത്. അസ്വാഭാവികമായ പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ, അങ്ങനെയുള്ള വ്യക്തികളുടെ അല്ലെ, അസ്വാഭാവികമായ പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും പിന്നെ അവരുടെ അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അതിനൊക്കെ മനസ്സിലാക്കുന്നതിനാണ് എന്ത്? ഈ പ്രക്ഷേപണ രീതി ഉപയോഗിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രക്ഷേപണ രീതികൾ പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? റോഷ മഷിയൊപ്പ് പരീക്ഷ എന്നാണ് പറയണത്. ചില കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്നവരുണ്ടാവും, അതുകൊണ്ടാണ് ഇംഗ്ലീഷിലും കൂടി പറയണത് കേട്ടോ. റോഷ മഷിയൊപ്പ് പരീക്ഷ, റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയാനായിരിക്കും കുറച്ചും കൂടി ഓർത്ത് വെക്കാനും അത് തന്നെയായിരിക്കും എളുപ്പം. റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. അതായത് പ്രധാന പ്രക്ഷേപണ രീതികളാണ്, മനഃശാസ്ത്ര പഠന രീതിയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രക്ഷേപണ രീതികളാണ് പറയുന്നത്. അതിൽ 5 രീതികളുണ്ട്. റോഷ മഷിയൊപ്പ് പരീക്ഷ, റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. രണ്ടാമത്തെ ടാറ്റ്, മൂന്നാമത്തെ കാറ്റ്, നാലാമത്തെ വാറ്റ്, അഞ്ചാമത്തെ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. അപ്പം എന്ത് ഈ ടാറ്റ് എന്ന് പറയണത്? ടാറ്റ് തീമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ടി എന്ന് പറയുമ്പോൾ തീമറ്റിക്, എ അപ്പർസെപ്ഷൻ, വീണ്ടും ടി ഉണ്ട്, അത് ടെസ്റ്റ്. അപ്പം ടാറ്റ് ഓർത്ത് വെക്കുക, ടാറ്റ് എന്ന് ഓർത്ത് വെച്ചാലും മതി. പിന്നെ അടുത്തത് പറഞ്ഞത് കാറ്റ്, അത് പൂച്ചയുടെ അല്ല, CAT ഫുൾ ഫോം നോക്കൂ. C ചിൽഡ്രൻസ്, A അപ്പർസെപ്ഷൻ, T ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, കാറ്റ്.
ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കാറ്റ്, CAT. അടുത്തത് വാറ്റ്, WAT, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. W വേർഡ്, A അസോസിയേഷൻ, T ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. പദ സഹചരത്വ പരീക്ഷ എന്നൊക്കെ പറയും, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇത് കേൾക്കുമ്പോൾ തോന്നും ഇംഗ്ലീഷാണ് നല്ലത് എന്നല്ലേ. ചില മലയാളം വാക്ക് കുറച്ച് നമുക്ക് കട്ടിയായിരിക്കും ഓർത്ത് വെക്കാൻ. അപ്പോൾ ശ്രദ്ധിക്കുക, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് വാറ്റ്. പിന്നത്തെ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വാക്യപൂർണ്ണ പരീക്ഷ. അപ്പോൾ പ്രധാനപ്പെട്ട പ്രക്ഷേപണ രീതികൾ ഒന്നുകൂടി ആവർത്തിക്കാം, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ റൊഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. രണ്ടാമത്തെ ടാറ്റ്, തീമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. മൂന്നാമത്തെ കാറ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. നാലാമത്തെ വാറ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അഞ്ചാമത്തെ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. അത് മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെയാ? ഒന്നാമത്തെ റോഷ മഷിയൊപ്പ് പരീക്ഷ. രണ്ടാമത്തെ അതുപോലെ തന്നെയാണ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് തന്നെ ഓർത്ത് വെച്ചാൽ മതി. മൂന്നാമത്തെ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. നാലാമത്തെ അതായത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ മലയാളത്തിൽ പദസഹചരത്വ പരീക്ഷ. പദസഹചരത്വ പരീക്ഷ. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് വാക്യപൂർണ്ണ പരീക്ഷ. ഇത്രയാണ് പ്രക്ഷേപണ രീതിയിൽ പറയാനുള്ളത്. അടുത്തത് സഞ്ചിതരേഖ. സഞ്ചിതരേഖ ഒന്നുമില്ല, തുടർച്ചയായിട്ട് വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡ്. സഞ്ചിതരേഖ, രേഖ അല്ലേ, തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ ഒരു റെക്കോർഡാണ് സഞ്ചിതരേഖ. ഇത്രയും മനസ്സിലാക്കുക. പിന്നെ അതിൽ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. സഞ്ചിതരേഖയിൽ ഉൾപ്പെടുന്ന പ്രധാന വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ രേഖയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളുടെ കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താല്പര്യങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യതകൾ. ഇത്രയും ഓർത്ത് വയ്ക്കുക എളുപ്പമല്ല. ഓർത്താൽ തന്നെ പിന്നീട് നമ്മൾ ഒക്കെ എന്താ പറയുക തെറ്റാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും വെറുതെ മനസ്സിലാക്കി വെക്കുക. ഒന്ന് ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, അപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നോക്കൂ, സഞ്ചിതരേഖ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ ഒരു റെക്കോർഡാണ് സഞ്ചിതരേഖ. എന്തൊക്കെ ഈ സഞ്ചിതരേഖയിൽ ഉൾപ്പെടുന്ന പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താല്പര്യങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യതകൾ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല, അപ്പോൾ ജസ്റ്റ് കേട്ടാൽ മതി. അടുത്തത്, അപ്പോൾ സഞ്ചിതരേഖ കഴിഞ്ഞാൽ അടുത്ത രേഖ ഉപാഖ്യാന രേഖ. ഉപാഖ്യാന രേഖ എന്തിനാണത്? കുട്ടികളിലുണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ അല്ലേ, അതുപോലെ സവിശേഷ സംഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡ്. ഇതും ഒരു റെക്കോർഡ് തന്നെയാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളിൽ ഉണ്ടാകുന്ന വിചാരിക്കാത്ത കാര്യങ്ങളുണ്ട് അല്ലേ, പ്രതികരണങ്ങൾ അവരുടെ, അതാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക. കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണ് ഉപാഖ്യാന രേഖ. അത് കോളങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൽ, പേര്, സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം, അങ്ങനെ കോളങ്ങളൊക്കെ ആയിട്ട് ഈ റെക്കോർഡിൽ രേഖപ്പെടുത്തി വെക്കും കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൽ. അടുത്തത് ചെക്ക് ലിസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധി, അതാണ് ചെക്ക് ലിസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് അപ്പോൾ ഇതിലുള്ളത് അല്ലേ. വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. ഇതിലൂടെ ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങളൊക്കെ എന്താ പറയുക രേഖീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലിസ്റ്റാണിത് കേട്ടോ.
ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ രേഖീകരിക്കാൻ പറ്റും. ഇനി അടുത്തത് ഇത് ഇത്രയേ ഉള്ളൂ. റേറ്റിംഗ് സ്കെയില് ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിന്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു. അത്രയാണ് ഈ റേറ്റിംഗ് സ്കെയിൽ ഓർത്ത് വെക്കാനുള്ളൂ. ഒന്നുകൂടി ആവർത്തിക്കാം, ശ്രദ്ധിക്കുക. റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിന്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പം അടുത്ത മനഃശാസ്ത്ര പഠന രീതിയിലേക്ക് പോകാം. അതാണ് ചോദ്യാവലി. ദത്തശേഖരണത്തിന്, ദത്തം എന്ന് വെച്ചെങ്കിൽ വിവരശേഖരണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഏത്? ചോദ്യാവലി. വിവരശേഖരണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഉപാധി ഏതാണ്? ചോദ്യാവലി. അപ്പം ഇതിനൊരു അഡ്വാൻറ്റേജ് ഉള്ളത് പ്രയാസം കുറഞ്ഞൊരു പഠന രീതിയാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. വേഗത്തിൽ കഴിയുകയും ചെയ്യും, സമയം ലാഭമാണ്. അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ദത്തശേഖരണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഉപാധിയാണ് ഒരു മനഃശാസ്ത്ര രീതി അല്ലേ, ചോദ്യാവലി. അടുത്തത് പ്രധാനപ്പെട്ടതാണ് കേസ് സ്റ്റഡി. 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചു തരാം. കേസ് സ്റ്റഡി ആദ്യം എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ സമഗ്രമായി പഠിക്കുന്ന രീതി. ഒന്നുകൂടി പറയാം. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് ഏത്? കേസ് സ്റ്റഡി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നുകൂടി പറയാം. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ സമഗ്രമായി തന്നെ പഠിക്കുന്ന രീതി ആണ് ഇത്? കേസ് സ്റ്റഡി. ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഉപയോഗിക്കാറുണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, തൊഴിൽ മനഃശാസ്ത്രം, ഇവിടെയൊക്കെ നമുക്ക് ഈ കേസ് സ്റ്റഡി ആവശ്യമായി വരാറുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ്? ക്ലിനിക്കൽ സൈക്കോളജി അല്ലേ, ക്ലിനിക്കൽ മനഃശാസ്ത്രം, അതുപോലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, തൊഴിൽ മനഃശാസ്ത്രം എന്നിവിടെയൊക്കെ കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന മേഖലകളാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് LP 2060 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല. പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏത് മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത്? ഓപ്ഷൻസ്: അഭിമുഖം, നിരീക്ഷണം, സഞ്ചിത രേഖാ പഠനം, കേസ് സ്റ്റഡി. അപ്പോൾ ഏതായിരിക്കും? നമുക്കറിയാം, ആ കുട്ടിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു സ്റ്റഡി നടത്തണമെങ്കിൽ അത് കേസ് സ്റ്റഡി തന്നെയാണ് ഫലപ്രദമാകുക അല്ലേ. അപ്പോൾ ആൻസർ കേസ് സ്റ്റഡിയാണ്. പിന്നെ LP 2020 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. സാമൂഹിക സൂക്ഷ്മ ദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ്? ഓപ്ഷൻസ്: ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഇൻവെൻട്രി, സർവേ രീതി, കേസ് സ്റ്റഡി. സൂക്ഷ്മദർശിനി എന്ന് പറയുമ്പോൾ കേസ് സ്റ്റഡി അല്ലാതെ പിന്നെ എന്താ വരിക അല്ലേ? നമ്മൾ സൂക്ഷ്മമായിട്ടാണ് ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി അത് അപഗ്രഥിച്ച് അല്ലേ, പിന്നെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ആ ടീച്ചർ അത് കണ്ടെത്തുകയും ചെയ്യും അല്ലേ. അപ്പോൾ നോക്കൂ, കേസ് സ്റ്റഡി സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നതും എന്ത് തന്നെയാണ്? കേസ് സ്റ്റഡി. സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? കേസ് സ്റ്റഡി. ഇനിയുമുണ്ട് LP 2022 ഞാൻ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കാറ്റഗറി നമ്പറൊക്കെ നോക്കിയോളൂ കേട്ടോ, വ്യത്യാസമുണ്ട്.
2022 ക്വസ്റ്റ്യൻ നോക്കൂ. പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻസ്: ക്രിയാഗവേഷണം, പരീക്ഷണ രീതി, കേസ് സ്റ്റഡി, ആത്മനിഷ്ഠ രീതി. ഏതാണ്? കേസ് സ്റ്റഡി അല്ലേ? കേസ് സ്റ്റഡി. ആ കുട്ടിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ കേസ് സ്റ്റഡിയാണ് ഏറ്റവും അനുയോജ്യം. ഇനി അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ കേസ് സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പറയാൻ പോകുന്ന മനഃശാസ്ത്ര പഠന രീതിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയാഗവേഷണം. അത് ആവിഷ്കരിച്ച വ്യക്തി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയാഗവേഷണം ഈ ഒരു മനഃശാസ്ത്ര രീതി ആവിഷ്കരിച്ചത് സ്റ്റീഫൻ എം കോറി. കോറി ക്രിയ ഒന്ന് ചേർത്ത് പഠിച്ചാൽ മതി. സ്റ്റീഫൻ എം കോറി ക്രിയാ ഗവേഷണം. കോറി ക്രിയ എന്ന് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. സ്റ്റീഫൻ എം കോറി ക്രിയാ ഗവേഷണം ആവിഷ്കരിച്ചത് ആരാണ്? സ്റ്റീഫൻ എം കോറി. നോക്കൂ, ക്രിയ ചെയ്യുമ്പോഴേ മാത്സ് ക്രിയ ഒക്കെ ചെയ്യുമ്പോൾ കോറി ഇടാറിയും അല്ലേ? ചിലപ്പോൾ എവിടെയെങ്കിലും എത്താണ്ടാവുമ്പോൾ നമുക്ക് ദേഷ്യം വന്ന് കോറിയൊക്കെ ഇടും അല്ലേ? അപ്പോൾ കോറി എന്ന് ഓർത്ത് വെക്കുക. ഇത് തന്നെ ഓർത്ത് വെക്കണമെന്നില്ല, നിങ്ങളുടെ യുക്തി പോലെ എങ്ങനെയാ ഓർത്ത് വെക്കുക. ക്രിയാ ഗവേഷണം ആവിഷ്കരിച്ചത് സ്റ്റീഫൻ എം കോറി. കോറി അങ്ങനെ ആലോചിക്കുക കേട്ടോ. ഇനി എന്താണിത്? പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ. അവയ്ക്കടിസ്ഥാനമായി കാരണങ്ങളെ ഗവേഷകന്റെ വീക്ഷണഗതിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഒന്നുകൂടി പറയാം. പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകരുണ്ടാവുമല്ലോ അല്ലേ? കുട്ടികളുടെ പ്രശ്നങ്ങൾ അല്ലേ? അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഉണ്ടാവും അല്ലേ? ആ കാരണങ്ങൾ എന്താണെന്ന് ശേഖരിക്കും. ഇതെന്തായി? അതിനെ അപഗ്രഥിച്ച് വിലയിരുത്തി ഒരു നിഗമനത്തിലൊക്കെ എത്തിച്ചേരും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? നല്ലൊരു അധ്യാപകൻ എന്താ ചെയ്യുക? അതിനുള്ള പരിഹാര മാർഗങ്ങളും കണ്ടെത്തുകയും ചെയ്യും അല്ലേ? ആ ഒരു സംഭവമാണ് എന്ത്? ക്രിയാ ഗവേഷണം. അപ്പം അധ്യാപകൻ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ? ഇത്ര നേരം അധ്യാപകൻ എന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ക്രിയാ ഗവേഷണത്തിൽ എന്താണ്? പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ എന്താ ചെയ്യുക? അവയ്ക്ക് അടിസ്ഥാനമായി കാരണങ്ങളെ ഗവേഷകന്റെ വീക്ഷണഗതിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിൽ എത്തുകയും അപ്പപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഏത്? ക്രിയാ ഗവേഷണം. ആരാണ് ആവിഷ്കരിച്ചത്? ക്രിയാ ഗവേഷണം ആവിഷ്കരിച്ചത് ആരാണ്? സ്റ്റീഫൻ എം കോറി. അപ്പോൾ ക്രിയാ ഗവേഷണം അല്ലേ? അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതുപോലെയാണ്, ശ്രദ്ധിക്കുക. UP 2020 ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? എന്താണ്? അറിയാലോ. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വില്യം വൂണ്ട്, സ്റ്റീഫൻ എം കോറി, ലൈറ്റ്നർ, വിറ്റ്മർ, പിന്നെന്താ JL മൊറീനോ. അപ്പോൾ സ്റ്റീഫൻ എം കോറി അല്ലേ ഇപ്പോൾ പറഞ്ഞുള്ളൂ അല്ലേ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നുള്ളത്. അതുപോലെ LP 2020 ഇതേ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആര്? വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ആരാണ്? സ്റ്റീഫൻ എം കോറി. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല. സ്റ്റീഫൻ എം കോറി ഓർത്ത് വെക്കുക. പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നേക്കണത് നോക്കൂ. LP 2016 5ാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 21 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറ്റിയും എഴുതുന്നു. ടീച്ചർ എന്ന നിലയ്ക്ക് ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം. ഓപ്ഷൻസ് കേൾക്കൂ. സാമൂഹ്യ ലേഖം, ടീം ടീച്ചിങ്, ക്രിയാ ഗവേഷണം, മൈക്രോ ടീച്ചിങ്. അപ്പോൾ ആൻസർ ക്രിയാ ഗവേഷണം. അതായത്
കുട്ടികളുടെ പ്രശ്നങ്ങൾ അല്ലേ, അത് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്, കുട്ടികളുടേതായ പ്രശ്നങ്ങളാണ് അതെല്ലാം അല്ലേ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, അത് കാരണങ്ങൾ കണ്ടെത്തും അല്ലേ, എന്തുകൊണ്ടാണ് ആ കുട്ടികൾ അങ്ങനെ തെറ്റിക്കുന്നത് എന്നുള്ള കാരണങ്ങൾ അല്ലേ കണ്ടെത്തും. എന്നിട്ട് അതൊന്ന് എന്താണ് സംഭവം എന്ന് അപഗ്രഥിച്ച് വിലയിരുത്തി അല്ലെ ഒരു നിഗമനത്തിലെത്തി പരിഹാരമൊക്കെ കണ്ടെത്തും. അതല്ലേ ക്രിയാ ഗവേഷണം, അതല്ലേ ഇതിലും ചെയ്യുക ടീച്ചർ അല്ലേ. പരിഹാരം കണ്ടെത്തും, എന്തുകൊണ്ടാണ് തെറ്റിയത് എന്നൊക്കെ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് പരിഹരിക്കും. അതല്ലേ ക്രിയാ ഗവേഷണം. അപ്പം ഇത്രയേ ഉള്ളൂ അത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പഠിച്ചത് മനഃശാസ്ത്ര പഠന രീതികളാണ്. ആ പേരുകൾ ഞാനൊന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നു ഒന്നാമത്തെ? ആത്മപരിശോധന രീതി അല്ലെങ്കിൽ ആത്മനിഷ്ഠ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. പിന്നെ പറഞ്ഞത് നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ മെത്തേഡ്. മൂന്നാമത്തെ പരീക്ഷണ രീതി, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. നാലാമത്തെ അഭിമുഖം, ഇൻ്റർവ്യൂ. അഞ്ചാമത്തെ സർവേ രീതി, സർവേ മെത്തേഡ്. ആറാമത്തെ ക്ലിനിക്കൽ രീതി, ക്ലിനിക്കൽ മെത്തേഡ്. ഏഴാമത്തെ സാമൂഹിക ബന്ധ പരിശോധനകൾ, സോഷ്യോമെട്രിക് ടെക്നിക്സ്. എട്ടാമത്തെ പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് മെത്തേഡ്. ഒമ്പതാമത്തെ സഞ്ചിത രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. പത്താമത്തെ ഉപഖ്യാന രേഖ, അനിക്ഡോട്ടൽ റെക്കോർഡ്. 11ാമത്തെ ചെക്ക് ലിസ്റ്റ്. 12 റേറ്റിംഗ് സ്കെയിൽ. 13 ചോദ്യാവലി. 14 കേസ് സ്റ്റഡി. 15 ക്രിയാഗവേഷണം. ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ച് ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.